Hello guys, welcome back to another video of Nishan Place. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയില് ഒരു ഗോൾഡ് ഫാം പണിയാൻ പോവാണ്. അപ്പോ ഗോൾഡ് ഫാം പണിയാനുള്ള മെറ്റീരിയൽസ് ഒക്കെ ഞാൻ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ അത്ര ലെങ്ത് ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത് 90% ടൈം ലാപ്സ് ഇട്ടിട്ടാണ് ഞാൻ കാണിക്കുന്നത്. കാരണം ഇത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോ ഇനി അധികം പറഞ്ഞാൽ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ ഈ പോർട്ടൽ ഉണ്ടാക്കുന്നതിന്റെ ഒരു ടൈം ലാപ്സ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോ ഗൈസ്, വാട്സ്ആപ്പ്, ഇറ്റ്സ് മീ നിഷാൻ ആൻഡ് യു വാച്ചിങ് നിഷാൻ പ്ലേസ്. അപ്പതേ ഗൈസ്, നമ്മൾ പോർട്ടൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സൺഫ്ലവർ കണ്ടുപിടിച്ചിട്ട് അത് വെക്കുക. മൈൻക്രാഫ്റ്റില് സൺഫ്ലവർ എപ്പോഴും ഈസ്റ്റ് ഭാഗത്തേക്ക് ഡയറക്ഷൻ ആയിട്ടാണ് നിൽക്കുക. ഈ പോർട്ടൽ ഇങ്ങനെ എപ്പോഴും ഓൺ ആയി ഓഫ് ആകുമ്പോൾ എപ്പോഴും പിഗിൾസ് സ്പോൺ ആവുക ഈസ്റ്റ് സൈഡിലാണ്. അപ്പോ ഈ ഈസ്റ്റ് സൈഡില് 21/21 പറഞ്ഞിട്ട് ഒരു 23/23 എന്ന് പറഞ്ഞിട്ട് ഒരു പോർട്ടൽ ഉണ്ടാക്കാം. അതിനുശേഷം ഇവിടെ 2 ബ്ലോക്ക് കുഴിച്ചിട്ട് ഇതിലൊരു വെള്ളം പാരുക ഈ ഈസ്റ്റ് സൈഡില്. ഇത് കുഴിച്ചിട്ട് അങ്ങ് അറ്റം വരെ എത്തിക്കുക. അപ്പൊ അങ്ങനെ അറ്റം വരെ എത്തിച്ചിട്ട് നമുക്ക് കാണാം. അപ്പൊ അതേ കഴിച്ച് നമ്മൾ 2 സൈഡിൽ അങ്ങനെ വെള്ളം പോരുന്ന ഒരു ചാല് പോലെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇനി ഇതിങ്ങനെ ഈ പോർട്ടൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓണായി ഓഫ് ആണ്, അതിനുള്ള സെറ്റപ്പ് ചെയ്യണം. അപ്പോ ഇനി അത് ചെയ്യണത് കാണാം. അപ്പതേ ഗൈസ്, നമ്മൾ ഇങ്ങനെ ഒരു ഓൺ ഓഫ് കൺട്രാപ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഇനി ഇതില് ലാവ് ഒഴിക്കണം. ഇനി ആ ഒരു ഭാഗത്തായിട്ട് ലാവ് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഈ പോർട്ടൽ ലൈറ്റ് ആവും. അപ്പൊ ഗൈസ്, ഞാനീ പറഞ്ഞൊന്നും നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നറിയാം. ഈ ഫാം എങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ട്യൂട്ടോറിയൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ വേണ്ടവര് കയറി ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാക്കി പണികളിലേക്ക് കിടക്കാം. ഇനി 2 ഡിസ്പെൻസറിൽ ഓരോ വാട്ടർ ബക്കറ്റ് വെച്ച് കൊടുക്കുക. അപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഫാം ഓഫ് ആക്കിയിട്ടേക്കാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ പോവും. അപ്പൊ നമുക്ക് ഫാമിന്റെ ബാക്കിയുള്ള പണികൾ നോക്കാം. അപ്പൊ ഗൈസ്, ഇനി ഇവിടെ ഒരു 7 ബ്ലോക്ക് ഇവിടെ കുഴിക്കാനുണ്ട്. ഇത് ഇങ്ങനെ. അപ്പൊ ഇനി അത് കുഴിക്കുന്നതിന്റെ ഒരു ടൈം ലാപ്സ്.
അപ്പതേ ഗൈസ് നമ്മളെ ഫാമിന്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഇനി മോളിൽ പോയിട്ട് ആ വള്ളം വരുന്നത് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ 4 ബട്ടൺസ് വെക്കാന്നുള്ളതാണ്. അപ്പൊ അതുകൂടി ചെയ്തിട്ട് ഇനി ഫാം ഓൺ ആക്കണത് കാണിക്കാം. അപ്പതേ ഗൈസ് നമ്മളെ ഫാമിന്റെ ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇനി ഇത് വർക്ക് ആവണത് കൂടി കാണിച്ചതിന് ശേഷം നമുക്ക് വീഡിയോ നിർത്താം. അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മൾ മോളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മുകളിലേക്ക് പോയതിനു ശേഷം ഇവിടെ ഒരു ലിവർ ഫ്ലിക്ക് ചെയ്യണം. അപ്പൊ നമ്മളെ ഫാം ഓൺ ആവും. ഫ്ലിക്ക് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, നമുക്ക് ഇവിടെ ഒരു 2 പീസ് പോർട്ടൽ നമ്മൾ പൊടിച്ചിട്ടുണ്ടായിരുന്നു, അത് വെക്കണം. അതെ, ഫസ്റ്റ് തവണ ഇനി ഭയങ്കര സൗണ്ട് ആയിരിക്കും ഗൈസ്, അത് വേഗം അടിയിൽ പോവാ. ഇനി ഗൈസ് വേഗം അടിയിൽ പോയി സൗണ്ട്. ഇപ്പൊ പിഗ്ലിൻസ് ഒക്കെ അടിയിലേക്ക് വന്നിട്ട് തുടങ്ങിയിട്ടുണ്ടാവും, സോംബി പിഗ്ലിൻസ് ഒക്കെ. ഗൈസ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഈ ലിവർ ഫ്ലിക്ക് ചെയ്താൽ മതി, അവർ കാണില്ലെത്തോളും. ഗെയിം മോഡ് ഹാർഡിലേക്ക് ഇട്ട ഒന്നും കൂടി കൂടുതൽ വരും. ഇപ്പൊ നമ്മളിതിപ്പോ നോർമലിലാണ് കളിക്കുന്നത്. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിന് അതുവരേക്കും ബൈ ബൈ.